ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി INTUC കർമ്മസേന രംഗത്തിറങ്ങുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. കർമ്മസേനയുടെ സംസ്ഥാനതല രൂപീകരണ ഉദ്ഘാടനവും സന്നദ്ധ പ്രവർത്തകർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണവും INTUC തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഓരോ വാർഡ് ഡിവിഷനുകളിലും INTUC നേതൃത്വം നൽകുന്ന 5 സന്നദ്ധ തൊഴിലാളികളുടെ കർമ്മസേന വരാൻ പോകുന്ന ത്രിതല ഇലക്ഷനുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണി വിജയത്തിനു വേണ്ടി രംഗത്തിറങ്ങുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. കർമ്മസേനയുടെ സംസ്ഥാനതല രൂപീകരണ ഉദ്ഘാടനവും തൃശൂർ നിയോജക മണ്ഡലത്തിലെ 40 ഡിവിഷനുകളിലെ 200 കർമ്മസേന സന്നദ്ധ പ്രവർത്തകർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണവും INTUC തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയായി കർമ്മസേനയുടെ പ്രവർത്തനം മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളി ദ്രോഹം തുടരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനരോഷം അത്യുച്ഛാവസ്ഥയിലാണെന്നും ശക്തമായ പോരാട്ടങ്ങൾക്ക് INTUC നേതൃത്വം നൽകുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. INTUC തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, KK ഇബ്രാഹിംകുട്ടി, KPCC സെക്രട്ടറിമാരായ ഷാജി കോടൻകണ്ടത്ത്, A പ്രസാദ്, VA ഷംസുദ്ദീൻ, ജോൺസൺ ആവോക്കാരൻ, AT ജോസ്, KN നാരായണൻ, പ്രദീപ് നെയ്യാറ്റിങ്കര, വിജയൻ പുളിങ്കുഴി, മോഹനൻ നാടോടി, ലാലി ജെയിംസ്, ബാബു CJ, ജോസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഗതാഗത യോഗ്യമല്ലാത്ത ദേശീയപാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന ജനങ്ങൾക്ക് വേണ്ടി അന്യായമായ പാലിയേക്കര ടോൾ പ്ലാസ പിരിവിനെയും ദേശീയപാത അതോറിറ്റിക്കെതിരെ നിയമയുദ്ധം നടത്തിയ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടൻകണ്ടത്തിനെ INTUC സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അനുമോദിച്ചു. You are watching VCV News.